പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. എന്താ മൊബൈൽ എങ്ങനെ കാണണേ? ഇതന്നല്ലേ നമ്മളെ രാമനാഥ് വീട്ടിൽ സംഭവിച്ചത്. ഓ, വലിയൊരു ഭക്ത. ചേട്ടാ, ഞാൻ പറഞ്ഞ സാധനം വാങ്ങിയാ? ആ കവറിലുണ്ട്. ഇനി ആ കടക്കാരനെങ്ങാനും തരാൻ മറന്നോ? ഇതിനകത്ത് ഉണ്ടായിരുന്നല്ലോ. ഇവിടെ അല്ലേലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ, എന്തെങ്കിലും ഒരു സാധനം വരെയൊക്കെ കിട്ടാറുണ്ടോ? ഇനിയിപ്പോ അവൻ വരുമ്പോ ഞാൻ എന്താ കൊടുക്കുക? അവനാണെങ്കിൽ ചായയും കുടിക്കില്ല. അവൻ ഉച്ച കഴിഞ്ഞല്ലേ വരുന്നത്, അപ്പോഴേക്ക് ഞാൻ വാങ്ങിക്കൊണ്ടുവന്നോളാം. ഓ, നിങ്ങളുടെ ഇഷ്ടം പോലെ കാശുണ്ടല്ലോ, ചെലവാക്കി കഴിഞ്ഞപ്പോ എനിക്കെന്താ? നീ ഒന്ന് അടങ്ങന്റെ കാവ്യെ, ചേച്ചിയൊക്കെ കേട്ടാ മോശമാണ്. കുറച്ചൊക്കെ എല്ലാവരും ഒന്ന് കേക്കട്ടെ. ഇത്രയും വൃത്തികെട്ട ആൾക്കാർ താമസിക്കുന്ന ഒരു വീട് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. എങ്ങനെയുണ്ട് അച്ഛാ? എന്താണ് അവിടെ ബഹളം? അച്ഛന് വയ്യാണ്ടായിട്ട് ഇതുവരെ അവളുടെ വീട്ടിൽ നിന്ന് ഇതുവരെ ആരും വന്നിട്ടില്ലല്ലോ. അപ്പോ അവളുടെ ആങ്ങള വരുന്നുണ്ട് അവളെ വീട്ടിൽ നിന്നേ. അതിന് അതൊക്കെ ഇപ്പോ ഇവിടെ പതിവല്ലേ. പ്രമോദിനെ വിളിക്കേ.
ചേച്ചി പ്രമോദേട്ടൻ അന്വേഷിച്ചാരോ വന്നിട്ടുണ്ട്. എന്തായിരുന്നു? പ്രമോദ് ഇവിടെ അല്ലേ? പ്രമോദേട്ടൻ ഇവിടെ ഇല്ലല്ലോ. ഞായറാഴ്ച ആയിട്ട് ഇവിടെ അല്ലേ? ഇന്ന് രാവിലെ എന്തോ അത്യാവശ്യം ഉണ്ടായിട്ട് പോയതാ. ജോസ് വന്നിരുന്നു പറഞ്ഞാൽ മതി. ക്യാഷ് വാങ്ങിയാൽ മാത്രം പോരാ, അത് തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു കാണ്ടി. ടൗണിൽ കാണാത്തല്ലോ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇല്ല, എല്ലാം കണക്കാ. സുജയ്, എന്താ ഇന്നും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? എന്താ ഇന്നത്തെ പ്രശ്നം? ഇന്ന് അവളുടെ അനുജൻ അച്ഛനെ കാണാൻ വന്നിരുന്നു. അതന്നെ ഇന്നത്തെ പ്രശ്നം. പ്രമോദേട്ടാ, എത്ര കാലേ നിങ്ങളോട് ഇവിടെ നിന്ന് മാറാന്ന് പറയണു. എന്നും ഇവിടെ ഓരോ പ്രശ്നങ്ങളാ. അയൽപക്കത്തുള്ളവർ ചോദിക്കാൻ തുടങ്ങി. നമ്മൾ തന്നെയാണ് മാറേണ്ടത്, അത് അറിയാനിട്ടല്ല. പക്ഷെ പെട്ടെന്നൊരു വാടക വീട് എന്നൊക്കെ പറയുമ്പോൾ എന്നെ കൊണ്ടൊന്ന് കൂട്ടിയാൽ കൂടൂല. എന്നാലും ഞാനൊന്ന് നോക്കട്ടെ. നിന്നോടല്ലാണ്ട് തന്നെ ഞാൻ ആരോടെ പറയുന്നത്? ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛാ? വേദന കുറവുണ്ടോ? വേദനയില്ല, കുറച്ച് കുറവുണ്ട്. നാളെയാണ് ഏട്ടാ അച്ഛന്റെ കാല് കെട്ടിക്കാൻ വൈദ്യുരടുത്ത് പോകേണ്ടത്. ഏട്ടന്റെ ഈ കാശുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ കൊച്ചപ്പനോട് വാങ്ങിച്ചോളാം. അല്ല, അതൊക്കെ അഞ്ചേലുണ്ട്. ഞാൻ കുളിച്ചു വന്നിട്ട് തരാം കേട്ടോ. അച്ഛാ, അച്ഛാ നമുക്ക് വേഗം പോയാലോ? വൈദ്യരടുത്ത് നല്ല തിരക്കായിരിക്കും. എന്നാ നമുക്ക് പോവാ. അയ്യോ, അച്ഛന്റെ കാലിൽ ഇന്നലെ എണ്ണ ഒഴിക്കാൻ മറന്നല്ലോ. ഇങ്ങനെ കണ്ടാ വൈദ്യര് വഴക്ക് പറയും. അച്ഛൻ ഇവിടെ ഇരിക്കേ, ഞാൻ പോയി എണ്ണ എടുത്തിട്ട് വരാം. അച്ഛനും മോളും എങ്ങോട്ടാ? ഞങ്ങൾ വൈദ്യരെടുത്ത് പോവുക. ഇന്ന് കെട്ടിക്കേണ്ട ദിവസാ. ഓ ശരി. മറ്റാരുമില്ലാത്ത നേരത്ത് ആ വീട്ടിൽ നടന്ന ഒരു അപകടം. ഏട്ടാ, ഒന്ന് ഓടിവാ. നീ എന്താണ് ഈ കൊച്ചിനെ കാണിച്ചേ? നന്നായിട്ട് ചോര വരുന്നുണ്ടല്ലോ. മോളെ, ഒരു തുണി എടുത്തിട്ട് പോ. നീ പോയി പെട്ടെന്ന് ഒരു വണ്ടി വിളിച്ചു. വീണതാ, ബോധല്ല. മാഡം, ഒരു എമർജൻസി ഉണ്ട്. പേഷ്യന്റ് ഡ്രസ്സിംഗ് റൂമിലേക്ക് മാറ്റിക്കൊള്ളൂ കേട്ടോ.
പ്രശ്നമുള്ളതായിട്ടൊന്നും അറിയുന്നില്ല. തലക്ക് അടികൊണ്ടത് കൊണ്ടാണ് ബോധം നഷ്ടപ്പെട്ടത്. സ്കാനിങ്ങിന്റെ റിസൾട്ട് വന്നാലേ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് അറിയാൻ പറ്റും. നമുക്കൊരു ചായ കുടിച്ചാലോ? ഞാൻ എന്നോട് പറയാൻ വിചാരിച്ചു നിൽക്കുക. ഭയങ്കര സുഖം. ചോരയുടെ മണം പോകുന്നില്ല കൈ. കഥയൊന്നായിട്ട് പറയണ്ട. ആ രാമനാരെ കഥ ഒന്ന് ചിന്തിച്ച് നോക്കിക്കോളൂ. എത്ര കാലമായി അയാളെ കാലിനെ കെട്ടുമുട്ടിച്ച് നടക്കുന്നു. ഒന്നാമത് വയസ്സായില്ലേ, വയസ്സായ ആൾക്കാർ കാലിലെ കൈയൊക്കെ പൊട്ടിയാൽ ഇങ്ങനെ തന്നെയാണ് കുറച്ചു കാലം കിടക്കുന്നത്. അയാളൊരു ഗതികേട്. ഭയങ്കര തന്നെയാണ് കഥ. ആ രണ്ട് മരക്കളില്ലേ, ഐറ്റിങ്ങൾ ആ പോരെ കയറിയതിനു ശേഷമാണ് കട്ടൻ ചോദിച്ചു. ആ കട്ടൻ എന്തെങ്കിലും അഭിപ്രായം അല്ലേ? കണ്ടാരങ്ങനെ തോന്നുന്നു. പണ്ടാരെന്ന് പറഞ്ഞില്ലേ കൂടെ കിടക്കുന്നവനെ രാപ്പണി അറിയൂ, അതേമാതിരിയാണ്. പക്ഷെ ആ കുട്ടിയെ കണ്ടിട്ട് അത്രയും അങ്ങനെയും തോന്നുന്നില്ലല്ലോ. ആ ചെറിയ കുട്ടി ഏറ്റവും വിഷമം. അത് അത്ര വലിയ കച്ചവടക്കാണോ പൊരയില്? ഞാൻ മെന്നാന്ന് പോയതല്ലേ. മെന്നാന്ന് പോണ്ടി വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ പശുവിനാ ആലയിൽ നിന്ന് കഴിച്ച് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട്. അന്നേരമാണ് ആടെ കസലി ചേക്കുന്നത്. ഞാൻ കാറ് വിട്ട് പാഞ്ഞ് ആടെല്ലാം കൂടി പോയി അന്ന് നോക്കുമ്പോൾ ഈ പശു ആ പക്കരക്കാരൻ്റെ പൂള മുഴുവൻ തിന്നു. പെണ്ണുങ്ങളോട് പറയാൻ വിട്ടും പോയി. പെണ്ണുങ്ങളാണെങ്കിൽ പൊളിച്ച ചീത്തയും. ഇതിപ്പോ ഞമ്മക്ക് ഒന്നും അറിയാണ്ട് സംസാരിക്കാൻ പറ്റൂല. കാരണം വെച്ചാൽ ആരെ ഭാഗത്താ തെറ്റ്, ആരാ ചെയ്തത്, എന്താ ചെയ്തതെന്നൊരു പിടിയില്ലാതെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒന്നും അഭിപ്രായമില്ല. കാരണം എന്താ അറിയോ, ഒരൊറ്റ ദിവസം സൗകര്യമാണ് കിട്ടൂല എന്തെങ്കിലും ആയിട്ട്. പക്ഷെ തലക്ക് അടി കിട്ടിയാണോ? എന്ത് സംശയം? ആ ചെറിയോൾ അടിച്ചത് തന്നെ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഒരു കാര്യം നമ്മൾ അറിയാണ്ട് വെറുതെ ഒരു പറഞ്ഞിട്ട് കാര്യം എന്താ സംഭവിച്ചെന്ന് ഇപ്പൊ നമുക്ക് അറിയില്ലല്ലോ. അതല്ലേ നേരത്തെ ഞാൻ പറഞ്ഞത്. എനിക്ക് നല്ലോണം അറിയാം. ശരിക്കും തലയ്ക്കാണ് അടി കിട്ടിയെന്നാ പറഞ്ഞത്. അടി കിട്ടിയ പോലെയുള്ളതാണ് ഡോക്ടർ പറഞ്ഞു. അത് സംശയിക്കാനൊന്നുമില്ല. ആ ചെറിയ സാധനം തന്നെ ചെയ്തിട്ടുണ്ടാകുക. അപ്പൊ തലയ്ക്ക് അടി കിട്ടിയതാണോ? പിന്നെന്ത് സംശയം? നമ്മളിപ്പോ ഒന്ന് കാണാണ്ടെന്ന് പറയാൻ പറ്റില്ല. അതന്നെയാ ഞാൻ പറഞ്ഞു, ഒന്നും കാണാണ്ട് ഇപ്പൊ ശരിക്കും ആരോടൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ എന്തോ പറഞ്ഞോളി. പയ്യ അവസാനം ഒടുവിൽ ലാസ്റ്റ് നേരെ മറിച്ചെടുത്തതിനെ ചുറ്റി പറയുകയാണെങ്കിൽ എന്റെ പൂർണ്ണ വിശ്വാസവും ആ പെണ്ണ് അടിച്ചു കിട്ടാം. ഇത് കഴിഞ്ഞിടും ഞാൻ അടുത്ത് പൊട്ടിക്ക് കത്തിക്കുക. എനിക്കൊരു വേണ്ടോ ഒരേ പോയ എന്റെ പെണ്ണുങ്ങളുടെ കുറേ ചെറുതോരം കൂടി അടിക്കുക. അത് എന്നല്ല അമ്മായ പണ്ടാടാ ചെറുതൊരു ബിപിയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ പ്രശ്നങ്ങൾ എന്റെ പുറയിലുണ്ട്. വെള്ളം ഒഴിച്ച് പറയാ ചങ്ക് കാഞ്ഞു. പിന്നെ എന്താ വേണ്ട വർത്താനോ? അല്ലേ ഹോസ്പിറ്റലിലെ കേസൊക്കെ എന്തായി? ഹോസ്പിറ്റലിൽ തന്നെയാണുള്ളത്. ബോധമൊന്നും വന്നിട്ടില്ല. രാമനാരെ, ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ നിങ്ങൾക്ക് ഉൾപ്പെടാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ നിങ്ങൾ തന്നെ മുൻകൈ എടുത്തിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്. അത് തന്നെയാണ് ഇല്ലേ പറയുന്നതിനെ കൊണ്ട് നിങ്ങൾക്ക് ഒന്നും തോന്നരുത്. കാരണം നിങ്ങളെ ആ രണ്ട് മരുമക്കള് ഈ പൊരെ കയറിയ ശേഷമാണ് നിങ്ങൾ എത്ര ഓതിലായത്. അതൊന്നും ഇപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ എന്താന്നുള്ള നോക്കി കണ്ടും പരിഹരിക്കേണ്ട പ്രശ്നം. ഇത് നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ തൊള്ള ഉറങ്ങാണ്ടിരിക്കുന്നു ആര് പറയട്ടെ, അതല്ലേ സത്യം. ഏതെങ്കിലും ഒന്നിനെ അവിടെ നിന്ന് ഒഴിവാക്കണം. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താ? ആ ചെറിയ പെണ്ണില്ലേ, ആ പെണ്ണാണ് എല്ലാ കുത്തിത്തിരിപ്പും ഉണ്ടാക്കിയത്. അത് കറക്റ്റ്. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു കാര്യം ഒരാളെ കുറിച്ച് ഇങ്ങനെ പറയാൻ പാടില്ല. അത് ശരിയാണോ തെറ്റാണോ നമ്മൾ അറിയോ? ഒരു മിനിറ്റ് ഇപ്പൊ നിലവിൽ പോലീസ് കേസൊക്കെ ആയിട്ട്
ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് വലിയ ഇഷ്യൂ ആവും. അപ്പൊ നിങ്ങൾ എന്നെ മുൻകൈ എടുത്തിട്ട് ഇതൊരു പരിഹാരം ഉണ്ടാക്കില്ല. നിങ്ങളൊക്കെ വന്ന് ഞങ്ങളെങ്ങനെ നടന്ന് ഇവിടെ എത്തി. അല്ലടോ, ആശുപത്രിയുടെ വിശേഷം എന്താ? കുഴപ്പമൊന്നുമില്ല, ചേച്ചി ഓക്കെ ആണ്. ഡോക്ടർ എല്ലാം ഓക്കെ ആണ് എന്നാണ് പറഞ്ഞത്. പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയിപ്പോ സങ്കടപ്പെട്ട് ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. നിനക്ക് അല്ലെങ്കിലും കുറച്ച് നാവ് കൂടുതലാണ്. അതിന് ഞാനിട്ടിരുന്ന നിങ്ങൾ എല്ലാരും കൂടി പറയണേ. അല്ലെങ്കിൽ നിനക്ക് കുറച്ച് എടുത്തുചാട്ടം കൂടുതലാണ്. വെറുതെ അല്ല അയൽവാസികൾ ഓരോന്ന് പറയുന്നത്. എനിക്കും ഇപ്പൊ സംശയമുണ്ട് നീ എന്തോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. കണ്ണീരിൽ കുതിരുമീ ജീവനിൽ കൈത്താങ്ങായി വരുമോതെന്നലേ തകർന്നു പോയ എൻ ഹൃദയം ചേർത്തു പിടിക്കാൻ ഇനി ആരുണ്ട്? നിഴലായി കൂടെയുണ്ടായിരുന്നവർ പാതി വഴിയിൽ മറഞ്ഞു പോയി. പൊതുവെ ഈശ്വരവിശ്വാസിയല്ലായിരുന്ന അവൾ തൻ്റെ വേദനകളുമായി ദൈവത്തിൻ്റെ മുന്നിലെത്തി. ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം ഞാനാണെന്ന് എല്ലാവരും പറയുന്നത്. എത്രയും പെട്ടെന്ന് എൻ്റെ ചേച്ചിക്ക് ബോധം വരണേ. സത്യാവസ്ഥ എല്ലാവരും തിരിച്ചറിയണേ. എന്താ മോളെ നിനക്ക് പറ്റിയത്? ചേച്ചിക്ക് എങ്ങാനും ബോധം വന്നില്ലേ? ഇവരെല്ലാവരും കൂടെ എന്നെ കൊലപാതകയാക്കിയേ. കൊലപാതകയോ? ഇവരെല്ലാവരും കൂടെ അങ്ങനെയാണ് പറഞ്ഞുണ്ടാക്കിയത്. അത് ശരി, ഓള് തച്ചതല്ലേ? നമ്മൾ ആരോടും ശത്രുത വെച്ചു പുലർത്തരുത്, പ്രത്യേകിച്ച് കൂടെ വസിക്കുന്നവരോട്. എന്തെന്നാൽ ഇതുപോലുള്ള സാഹചര്യത്തിൽ അത് നമുക്ക് തന്നെ വിനയായി മാറും.